ISROയുടെ സ്പെഡക്സ് ദൗത്യത്തിലെ രണ്ടാം ഡോക്കിംഗും വിജയകരം. വീണ്ടും ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിച്ചതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ തുടർ പരീക്ഷണങ്ങൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. റഹീസ്, വിവരങ്ങൾ എന്താണ്? റഹീസ്, ജനുവരി 16-നായിരുന്നു ഇന്ത്യയുടെ ബഹിരാകാശ രംഗത്തെ ISROയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലായ ഈ സ്പേസ് ഡോക്കിംഗ്, നമ്മുടെ സ്പെഡക്സ് ദൗത്യം അത് വിജയകരമായി പൂർത്തിയാക്കിയത്. അതിൻ്റെ ഡോക്കിംഗ് പ്രക്രിയ നടന്നത്. അതിനുശേഷം ഒരു മാർച്ച് പകുതിയോടുകൂടി അൺഡോക്കിംഗ് പ്രക്രിയയും നടന്നു. അതായത് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുകയും പിന്നീട് അതിനെ വേർപെടുത്തുകയും ചെയ്തു. എന്നാൽ വീണ്ടും ഇപ്പോൾ ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് കേന്ദ്രമന്ത്രി ജിതേഷ് ശർമ്മ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പോസ്റ്റ് ഇപ്പോൾ അല്പസമയം മുമ്പുണ്ടായിരുന്നു. അത് ISRO ഔദ്യോഗികമായി ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇന്ന് വീണ്ടും ഡോക്കിംഗ് നടന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തുടർ പ്രക്രിയകൾ നടക്കേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ ഒക്കെയും അടിസ്ഥാനം നമ്മുടെ സ്പേസ് ഏജൻസി അതിനെ സ്ഥാപിക്കലാണ്. ഒപ്പം തന്നെ തുടർ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. ഈ സൂര്യനിലേക്ക് അടക്കമുള്ള മനുഷ്യനെ എത്തിക്കുന്ന, അതോടൊപ്പം തന്നെ മറ്റ് തുടർ പ്രവർത്തനങ്ങൾ, വിവിധ പദ്ധതികളൊക്കെയും നടപ്പിലാക്കണമെങ്കിൽ ഈ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും ഒക്കെ കൃത്യമായി നടക്കണം. അതിനിടയിലുള്ള പരീക്ഷണങ്ങൾ ഒക്കെയും നടന്നു പോകേണ്ടതുണ്ട്. അതിൻ്റെ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അങ്ങനെ വീണ്ടും ഒരു തവണ കൂടി ഡോക്കിംഗ് നടന്നിരിക്കുന്നു. ഇനി അതിൻ്റെ 2 ആഴ്ചയ്ക്കുള്ളിൽ തുടർ പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് അറിയുന്നത്. TK. ശരി, മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.